ഹായ് ഓൾ, ഐപ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെറ്റ് സൈക്കോളജി ജൂൺ 2025 ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇതിന്റെ മുമ്പത്തെ വീഡിയോസ് ഓൾറെഡി അപ്ലോഡഡ് ആണ്, സോ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻസിലേക്ക് പോയാലോ? The first question is, which domains of biopsychology studies the psychological effects of brain damage in human patients? Option 1, physiological psychology. Option 2, cognitive neuroscience. Option 3, neuropsychology. And option 4, psychophysiology. സോ ഇതിനകത്ത് ഒരു പെർട്ടിക്കുലർ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബ്രെയിൻ ഡാമേജ് എന്നുള്ളൊരു വാക്കും ഹ്യൂമൻ പേഷ്യൻസ് എന്നുള്ള വാക്കുമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ടു കം ടു ദി ആൻസർ ടു ദിസ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. ഏതായിരിക്കും അത് കറക്റ്റ് ആൻസർ? The correct answer is neuropsychology. So ഇതിലേക്ക് എങ്ങനെയാണ് നമ്മൾ വന്നിരുന്നത്? Neuropsychology is a branch of psychology which actually looks into understanding the psychological effects of brain damage. എന്തെങ്കിലും ഒരു ബ്രെയിൻ ഡാമേജോ ഇഷ്യൂവോ ഒരു ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറിയോ ഹ്യൂമൻ പേഷ്യൻസിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് ശേഷം വരുന്ന സൈക്കോളജിക്കൽ എഫക്ട്സിനെ പറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ബ്രാഞ്ച് ഓഫ് സൈക്കോളജിയാണ് ന്യൂറോസൈക്കോളജി. അതുകൊണ്ട് തന്നെ കോഗ്നിഷൻ, ഇമോഷൻ, പേഴ്സണാലിറ്റി, ബിഹേവിയർ അത്തരത്തിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഈ പേഷ്യൻസിന് ഓൾട്ടേർഡ് ആവുന്നത് എന്ന് പഠിക്കുന്ന ഒരു പെർട്ടിക്കുലർ ഏരിയ ആണ്. സോ അതുകൊണ്ടാണ് ഈ ഒരു ചോദ്യത്തിന് റൈറ്റ് ആൻസർ ന്യൂറോ സൈക്കോളജി ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. ഫിസിയോളജിക്കൽ സൈക്കോളജി എന്ന് പറയുന്നത് മേജർലി സ്റ്റഡീസ് ബയോളജിക്കൽ മെക്കാനിസംസ് ഓഫ് ബിഹേവിയർ, അതായത് അതും പെർട്ടിക്കുലർലി ആനിമൽസിൻ്റെ ലീഷൻ സ്റ്റഡീസ്. ഇപ്പോൾ കുറേ ലീഷൻ സ്റ്റഡീസ് നമുക്കറിയാം അല്ലേ. ഇപ്പം കാൾ ലാഷ്ലിയിലേക്ക് ലീഷൻ സ്റ്റഡീസ് ആണ് ആക്ച്വലി ലോഡ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്സ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ എന്നുള്ളതിലേക്ക് എത്തിച്ചതായിട്ട് നമുക്കറിയാം. പ്രിൻസിപ്പിൾ ഓഫ് ഇക്വിപൊട്ടൻഷ്യാലിറ്റി, ലോഡ് ഓഫ് ഡിഫറെൻറ്റ് പ്രിൻസിപ്പിൾസ് ഹാഡ് ബിൻ ജനറേറ്റഡ് ഫ്രം ദിസ് എക്സ്പെരിമെൻ്റൽ മാനിപ്പുലേഷൻ. അപ്പം ഈ ലീഷൻ സ്റ്റഡീസ് ബ്രെയിൻ സ്റ്റിമുലേഷൻ പെർട്ടിക്കുലർലി ആനിമൽസിൽ നടത്തി അതിൽ നിന്ന് വരുന്ന ഒരു ബയോളജിക്കൽ മെക്കാനിസത്തിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ഉള്ളൊരു പെർട്ടിക്കുലർ ബ്രാഞ്ച് ഓഫ് സൈക്കോളജിയാണ് ഫിസിയോളജിക്കൽ psychology. Cognitive neuroscience majorly looks into neural basis of cognitive processes. അങ്ങനെ ഒരു പെർട്ടിക്കുലർ എംഫസിസ് ബ്രെയിൻ ഡാമേജിൽ ഉള്ളൊരു എംഫസിസ് ഒന്നുമില്ല, ബട്ട് റാദർ മെമ്മറി, അറ്റൻഷൻ, ലാംഗ്വേജ്, പെർസെപ്ഷൻ അത്തരത്തിലുള്ള കോഗ്നിറ്റീവ് പ്രോസസ്സസ് എങ്ങനെയാണ് അതിൻ്റെ ന്യൂറൽ ബേസ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പെർട്ടിക്കുലർ അത് ഒരു ബ്രെയിൻ ഡാമേജ് എന്നുള്ളൊരു എംഫസിസ് അതിലില്ല. അതാണ് അതിൻ്റെ ഒരു മേജർ ഐഡിയ മനസ്സിലാക്കേണ്ടത്. സോ ടെക്നിക്സ് സച്ച് ആസ് FMRI, PET, EEG അതുപോലത്തെ പല ഹെൽത്തി ഇൻഡിവിജ്വൽസിൽ ഇത്തരത്തിലുള്ള സ്കാൻസ് അല്ലെങ്കിൽ ടെക്നിക്സ് ഉപയോഗിച്ച് മനസ്സിലാക്കുന്ന ഒരു പെർട്ടിക്കുലർ ഏരിയ ഓഫ് സൈക്കോളജിയാണ് കോഗ്നിറ്റീവ് ന്യൂറോസയൻസ് എന്ന് പറയുന്നത്. Psychophysiology majorly looks into the relationship between psychological processes and physiological responses. എങ്ങനെയാണ് ഹാർട്ട് റേറ്റ്, സ്കിൻ കണ്ടക്ടൻസ്, EEG അത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഫിസിയോളജിക്കൽ റെസ്പോൺസസ് ആണല്ലേ. എങ്ങനെയാണത് സൈക്കോളജിക്കൽ പ്രോസസ്സസ് സച്ച് ആസ് ഇപ്പം കോഗ്നിഷൻ, ഇമോഷൻ, പേഴ്സണാലിറ്റി, പലതരത്തിലുള്ള ഇമോഷൻസ് വരുമ്പം എങ്ങനെയാണ് ഹാർട്ട് റേറ്റ് ചേഞ്ച് ചെയ്യുന്നത്, എങ്ങനെയാണ് സ്കിൻ കണ്ടക്ടൻസ് മാറുന്നത്, എങ്ങനെയാണ് EEG വേരിയേഷൻസ് ഉണ്ടാകുന്നത് എന്നുള്ള റിലേഷൻഷിപ്പ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സൈക്കോഫിസിയോളജി എന്ന് പറയുന്ന ബാച്ച് മേജർലി സ്റ്റഡി ചെയ്യുന്നത്. സോ ഇങ്ങനെയാണ് ന്യൂറോ സൈക്കോളജി എന്ന ഓപ്ഷനിലേക്ക് നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. The next question is, how do mind-body interventions affect stress? Options include mind-body interventions have no effect on stress. Only mind-body interventions that involve vigorous exercise reduce stress. Mind-body interventions help reduce the physical effects of stress. Mind-body interventions increase autonomic reactivity and tough stress. അത് ഏതായിരിക്കും കറക്റ്റ് ആൻസർ? Correct answer to this question is mind-body interventions help reduce the physical effects of stress. സ്ട്രെസ് എന്ന് പറയുന്ന ഒരു മൾട്ടിവേഴ്സ് ആയിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ഫിനോമിനൻ ആണല്ലേ. അതിൻ്റെതായ കുറേ കോഗ്നിറ്റീവ് എഫക്ട്സ്, ഇമോഷൻ, ബിഹേവിയർ, ഫിസിക്കൽ അങ്ങനെ പലതരത്തിലുള്ള റെസ്പോൺസസ് ഉള്ള ഒരു പെർട്ടിക്കുലർ ഫിനോമിനൻ ആണ്. എസ്പെഷ്യലി GAS മോഡൽ ബൈ ഹാൻഡ് ടിലി, അത് പെർട്ടിക്കുലർലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോഡലാണ് സ്ട്രെസ്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അതിനകത്ത് ആ ഒരു പെർട്ടിക്കുലർ മോഡലിൽ തന്നെ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് കഴിയുമ്പോഴാണ് വി ക്യാൻ സീ ഹൗ ക്രോണിക് ദി എഫക്ട്സ് ഓഫ് സ്ട്രെസ് ക്യാൻ ബി ഓൺ എ പെർട്ടിക്കുലർ ഇൻഡിവിജ്വൽസ് ബോഡി. ആൻഡ് യു ക്യാൻ ഓൾസോ സീ ദാറ്റ് ഹൗ സ്ട്രെസ് ക്യാൻ ടേക്ക് എൻ എക്സസീവ് ടോൾ ഓൺ എ ലോഡ് ഓഫ് അതർ ഫങ്ഷൻസ് ഓഫ് അവർ ബോഡി അല്ലേ. തേർഡ് വേവ് കോഗ്നിറ്റീവ് തെറപ്പീസ്, പെർട്ടിക്കുലർലി MBCT, മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് കോഗ്നിറ്റീവ് തെറപ്പി, മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് സ്ട്രെസ് റിഡക്ഷൻ, അങ്ങനത്തെ പലതരത്തിലുള്ള തെറപ്പീസ് മേജർലി ഫോക്കസ് ചെയ്യുന്ന ഒരു പോയിന്റ് തന്നെ ഫിസിക്കൽ എഫക്ട്സ് ഓഫ് സ്ട്രെസ് കുറച്ചതിന് ശേഷം അതിൻ്റെതായ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നമുക്ക് കാണാം സൈക്കോളജിക്കൽ എഫക്ട്സ് ഓഫ് സ്ട്രെസ് ഇല്ലാതാവുന്നതായിട്ട്. ഓക്കെ, സോ
Mind-body interventions include meditation, yoga, mindfulness, relaxation training, biofeedback, breathing exercises. അത്തരത്തിലുള്ള പല ഇന്റർവെൻഷൻസ് ഉപയോഗിച്ച് എങ്ങനെയാണ് സ്ട്രെസ് റെസ്പോൺസിനെ മോഡുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നതിലാണ് എംഫസിസ് ഉള്ളത്. സ്ട്രെസ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ഫിനോമിനൻ എല്ലാവർക്കും സാധാരണയായിട്ടുള്ള ഒരു ഫിനോമിനൻ ആണെന്നും അതിൻ്റെതായ ഒരു കോപ്പിംഗ് സ്ട്രാറ്റജി നമുക്ക് എല്ലാവർക്കും പല രീതിയിൽ ഉണ്ടാവുമായിരിക്കും അല്ലേ. പക്ഷെ അതിൽ ഹെൽത്തി കോപ്പിംഗ് സ്ട്രാറ്റജി ഡെവലപ്പ് ആക്കിയെടുക്കുകയും അത് നമുക്ക് അഡാപ്റ്റീവ് ആയിട്ടുള്ള ഒരു കോപ്പിംഗ് സ്ട്രാറ്റജി ഉണ്ടായി എടുക്കുകയും ആണ് പെർട്ടിക്കുലർലി ഈ ഒരു മൈൻഡ് ബോഡി ഇന്റർവെൻഷൻസിന്റെ മേജർ ഫോക്കസ് എന്ന് പറയുന്നത്. സോ ഹിയർ ഹൗ ദേ how they expand on the idea of mind body interventions are in such a way that ഫിസിയോളജിക്കൽ അറൗസൽ, അതായത് സ്ട്രെസ് കാരണം ഉണ്ടായ ഫിസിയോളജിക്കൽ അറൗസൽ കുറച്ച്, കോർട്ടിസോൾ ലെവൽ കുറച്ച്, ഹാർട്ട് റേറ്റ് കുറച്ച്, ബ്ലഡ് പ്രഷർ കുറച്ച്, ദെയർബൈ റെഡ്യൂസിങ് ദി ഫിസിക്കൽ എഫക്ട്സ്, ദെയർബൈ റെഡ്യൂസിങ് ദി സൈക്കോളജിക്കൽ എഫക്ട്സ്. അതാണ് ഈ ഇതിൻ്റെ ഒരു മേജർ എംഫസിസ് എന്ന് പറയുന്നത്. The next question is, which of the Eastern-Western combination about psychotherapeutic processes are correct? Okay, the options include asana breathing exercise, vipassana mindfulness meditation, manana reflection, upayoga argumentation, and savasana progressive muscle relaxation. അത് ഏതൊക്കെയായിരിക്കും കറക്റ്റ്, ഏതൊക്കെ ഓപ്ഷൻസ് ആയിരിക്കും കറക്റ്റ്? ട്രൈ ചെയ്ത് നോക്കിക്കേ. കറക്റ്റ് ഓപ്ഷൻ ഇസ് BCE. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് ആൻസറിലേക്ക് വന്നത്? ആസന എന്ന് പറയുന്നത് ആക്ച്വലി ഫിസിക്കൽ പോസ്റ്റേഴ്സ് ഒരു യോഗയാണ്. ദീസ് ആർ നോട്ട് ബ്രീതിങ് എക്സസൈസസ്. സോ അതുകൊണ്ട് ആ ഒരു പൊടിയുള്ള ഓപ്ഷൻ ഇൻകറക്റ്റ് ആണ്. വിപാസന എന്ന് പറയുന്നത് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ആണ്. അതായത് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് എങ്ങനെയാണ് പ്രസന്റ് മൊമെന്റ് അവയർനെസ്സും ഇൻസൈറ്റ് ഒക്കെ കാരണം നമ്മുടെ എൻറ്റയർ വെൽബീയിങ്ങിനെ ഇൻക്രീസ് ചെയ്യുക എന്നുള്ള ഒരു പെർട്ടിക്കുലർ ഐഡിയോളജിയാണ് വിപാസന എന്ന് പറഞ്ഞത്. ദാറ്റ് പെർട്ടിക്കുലർ ഓപ്ഷൻ ഇസ് കറക്റ്റ്. Manana again, that is also correct, which is reflection, which involves how we contemplate on our experience, knowledge and all that. Upayoga means application അല്ലെങ്കിൽ practical use of the theoretical knowledge that we have. So ഈ ഒരു particular option incorrect ആണ്, കാരണം argumentation ആയിരുന്നു അതിൻ്റെ പേര്. And savasana, that particular option is also correct, കാരണം progressive muscle relaxationന്റെ ഒരു വേറൊരു പേരാണ് savasana, where which includes inducing deep physical and mental relaxation to engage our autonomic arousal into a lower state എന്നുള്ളതാണ്. Next question is, the assumption that everything happens in the universe can be accounted for by definite laws of causation is called determinism, operationism, mechanism and natural monism. അത് ഏതായിരിക്കും കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ ഡിറ്റർമിനിസം. സോ ഡിറ്റർമിനിസ്റ്റിക് തിയറീസ് ഏതൊക്കെയാണെന്ന് ചിന്തിച്ചെടുക്കാൻ പറ്റുന്നുണ്ടായിരിക്കുമോ? എസ്പെഷ്യലി ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിറ്റർമിനിസ്റ്റിക് തിയറിയാണ് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ഡിറ്റർമിനിസ്റ്റിക് തിയറി ഓഫ് സൈക്കോ അനാലിസിസ് അല്ലെങ്കിൽ സൈക്കോ ഡൈനാമിക് തിയറി എന്നൊക്കെ പറയുന്നത് ഒരു ഡിറ്റർമിനിസ്റ്റിക് തിയറിയാണ്. ഇത് ഇന്ന കോൺഫ്ലിക്ട്സ് വിത്തിൻ യു, ഇന്റേണൽ ടെൻഷൻസ് വിത്തിൻ യു റിസൾട്ട്സ് ഇൻ എ പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് പേഴ്സണാലിറ്റി വിച്ച് റിസൾട്ട്സ് ഇൻ ഹൗ യു ഫങ്ഷൻ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഡിഫെൻസ് മെക്കാനിസംസ് നമ്മൾ ചൈൽഡ്ഹുഡിൽ പല സൈക്കോസെക്ഷൽ സ്റ്റേജസിൽ ഉപയോഗിച്ചത് കൊണ്ട്, അല്ലെങ്കിൽ പല സൈക്കോസെക്ഷൽ സ്റ്റേജസിൽ നമ്മൾ ഇന്ന രീതിയിൽ അതിനെ എൻകൗണ്ടർ ചെയ്തതുകൊണ്ട് പലതരത്തിലുള്ള ഡിഫെൻസ് മെക്കാനിസം ജനറേറ്റ് ചെയ്യും, അത് നമ്മുടെ ഫംഗ്ഷനെ എഫക്ട് ചെയ്യും. ദാറ്റ് ഇസ് അഗൈൻ എ ഡിറ്റർമിനിസ്റ്റിക് തിയറി. ഓക്കെ, സോ കോസ് എഫക്ട് റിലേഷൻഷിപ്പ് പറയുന്ന തിയറീസിനെ എല്ലാം നമ്മൾ ഡിറ്റർമിനിസ്റ്റിക് തിയറീസ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ഓപ്ഷൻ, ഈ ഒരു ക്വസ്റ്റനിൽ ഡിറ്റർമിനിസ്റ്റിക് ഓപ്ഷൻ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. Operationism is more about how we understand certain psychological concepts in terms of measurable operations or procedures. Especially Guilfort's intellect model about intelligence, which majorly focuses on operations being one of the important aspects of intelligence. Intelligence മനസ്സിലാക്കാൻ അതിൻ്റെതായ ഓപ്പറേഷൻസ് നോക്കിയാൽ മതി എന്നാണ് ഗിൽഫർട്ടിൻ്റെ ഇൻ്റലക്ട് മോഡൽ പറയുന്നത്. അല്ലെങ്കിൽ എസ്പെഷ്യലി ജീൻ പിയാഷെയുടെ സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ ഉണ്ടല്ലേ പലതരത്തിലുള്ള ഓപ്പറേഷൻസിൻ്റെ എംഫസിസ് കൊടുത്തിരിക്കുന്നതായിട്ട്. പെർട്ടിക്കുലർലി വി ക്യാൻ സീ ഹൗ സംതിങ് കോൾഡ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്, പലതരത്തിലുള്ള ഓപ്പറേഷണൽ വ്യത്യാസങ്ങൾ കാരണം കുട്ടികളുടെ ഡെവലപ്മെൻറ്റ് മനസ്സിലാക്കാൻ പറ്റും എന്ന് പറയുന്നൊരു പെർട്ടിക്കുലർ തിയറിയാണ് ജീൻ പിയാഷെയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് തിയറി. സോ ദാറ്റ് പെർട്ടിക്കുലർ ഐഡിയ ഇസ് കോൾഡ് ഓപ്പറേഷനിസം, how we understand certain psychological concepts such as memory, let's say intelligence or any other psychological concept in terms of some measurable operations or procedures എന്ന് പറയും. Mechanism എന്ന് പറയുന്നത് again this explains how behavior in terms of physical and mechanical processes. എങ്ങനെയാണ് നമ്മുടെ behavior is composed of certain biological mechanisms, physical mechanisms. അതിൻ്റെ ഒരു ഐഡിയ ആണ് mechanism എന്ന് പറയുന്നത്. Natural monism is actually is the idea that every other kind of substance around us,
turns out to be a product of one major substance. അതിൻ്റെ ഒരു ഐഡിയ, അതൊരു മൈൻഡ് ബോഡി റിലേഷൻഷിപ്പിനെ പറ്റി പറയുന്നുണ്ട്, ബിക്കോസ് ദി കോൺസെപ്റ്റ് ഓഫ് ഹൗ ഓൾ ഓഫ് ദീസ് ആർ വെരി ഇന്റർലിങ്ക്ഡ് എന്ന് പറയുന്നുണ്ട്. ബട്ട് അഗൈൻ ഒരു കോസേഷൻ്റെ ഒരു ഐഡിയ ഒന്നും തരാത്തൊരു പെർട്ടിക്കുലർ മോഡലാണ് നാച്ചുറൽ മോണോയിസം. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു പെർട്ടിക്കുലർ ഓപ്ഷനിൽ നമുക്ക് ഡിറ്റർമിനേറ്റീവ് കറക്റ്റ് ആൻസർ ആയിട്ട് തിരഞ്ഞെടുക്കാം. The next question is, there are several schools of yoga. Which of the following represent some of those schools? Okay, Dvanda yoga, Bhakti yoga, Karma yoga, and Jnana yoga. So, ഏതൊക്കെയായിരിക്കും correct answer? The correct answer is B, C, D, which is Bhakti yoga, Karma yoga, and Jnana yoga. Bhakti yoga is more about the path of devotion, how it being a well-established school of yoga looks into devotion, love, surrender to the divine power. അതിൻ്റെ ഒരു ഐഡിയ ആണ് ഭക്തി യോഗ എന്ന് പറയുന്നത്. സോ ഹൗ ദാറ്റ് ഇസ് ഇൻഫ്ലുവൻസ്ഡ് ഓൺ അവർ പേഴ്സണാലിറ്റി ആൻഡ് ഓൾ ദാറ്റ്. Karma yoga is more about how we emphasis on selfless action, ഒരു ഔട്ട്കം റിസൾട്ട് ബേസ് ചെയ്യാതെ ഉണ്ടാകുന്ന ഒരു സെൽഫ്ലെസ് ആക്ഷനിലേക്ക് നമ്മുടെ പേഴ്സണാലിറ്റി എങ്ങനെ അറ്റാച്ച്ഡ് ആയിട്ട് കിടക്കുന്നു എന്നുള്ള ഐഡിയയാണ് കർമ്മയോഗ എന്ന് പറയുന്നത്, ദി പാത്ത് ഓഫ് സെൽഫ്ലെസ് സർവീസ്. ജ്ഞാന യോഗ ഇസ് അബൌട്ട് ദി ഇന്റലക്ച്വൽ പാത്ത്, വെറിൻ ഇറ്റ് ടോക്സ് അബൌട്ട് ദി നോളജ്, വിസ്ഡം, സെൽഫ് എൻക്വയറി. ഇതൊക്കെ എങ്ങനെയാണ് നമുക്കൊരു അവയർനെസ്സിലേക്കും ഒരു സെൻസ് ഓഫ് ആക്ച്വലൈസേഷനിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ജ്ഞാനയോഗ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ബി, സി, ഡി ഓപ്ഷൻസ് ആയിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാം. The next question is, square root of AVE, which is average variance extracted, can be used to verify validity of a psychological questionnaire. Which is related to which of these constructs എന്നുള്ളതാണ് ചോദ്യം. Which of these different validity constructs എന്നുള്ളതാണ്. Is it criterion related validity, convergent validity, discriminant validity, or predictive validity? ഇതിന്റെ ഉത്തരം അറിയണമെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാലിഡിറ്റിയുടെ അർത്ഥം അറിഞ്ഞിരിക്കണം, എന്നാലും ഇതിന്റെ ഒരു പെർട്ടിക്കുലർ ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റും. So the correct answer is discriminant validity. So this is a particular kind of statistical technique which looks into understanding discriminant validity. എന്താണ് discriminant validity? ഒരു particular construct, നമ്മൾ ഒരു particular questionnaire develop ചെയ്യുക. For example, to understand how students are very reluctant to get into different employment related jobs and all that. അതാണ് നമ്മുടെ ഒരു question എങ്കിൽ reluctant ആണ്. So what are the different domains that you would look into or ponder upon in that particular student population? നമുക്ക് അവരുടെ എഫിക്കസി നോക്കാം, സെൽഫ് എഫിക്കസി നോക്കാം, മോട്ടിവേഷൻ നോക്കാം, നമുക്ക് അവരുടെ ഏജൻസി നോക്കാം, ഓട്ടോണോമി നോക്കാം. സോ അങ്ങനെ പലതരത്തിലുള്ള ഡൊമെയിൻസ് ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റനിൽ തന്നെ ഉണ്ടല്ലേ. നമ്മളൊരു ക്വസ്റ്റനെ ഡെവലപ്പ് ചെയ്ത് മേജർലി ഒരു ഡൊമെയിൻ മനസ്സിലാക്കി പലതരത്തിലുള്ള കൺസ്ട്രക്ട്സ് ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് പിന്നെയാണ് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് അതിന് കൊടുക്കുന്നത്. അല്ലാതെ ഇപ്പം നമ്മൾ ഒരു സെഗ്രിഗേഷൻ ഇല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ വളരെ വേഗമായിട്ടും വളരെ അൺസ്ട്രക്ചേർഡ് ആയിട്ട് ഇരിക്കും അല്ലേ. സോ ഡിസ്ക്രിമിനന്റ് വാലിഡിറ്റി എന്ന് പറയുന്ന ഒരു മെഷർ ഉള്ളത് കൊണ്ട് തന്നെ ഒരു പെർട്ടിക്കുലർ കൺസ്ട്രക്റ്റ്, ഇപ്പം നമ്മൾ മോട്ടിവേഷൻ എന്ന് പറയുന്ന ഒരു ഡൊമെയിൻ മനസ്സിലാക്കി ക്വസ്റ്റ്യൻസ് ഫോർ മോട്ടിവേഷൻസ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒരിക്കലും വേറൊരു സെൽഫ് എഫിക്കസി എന്ന് പറയുന്ന ഡൊമെയിനിലേക്ക് വീഴില്ല എന്നുള്ളൊരു ഉറപ്പ് വരുത്തുന്ന ഒരു പെർട്ടിക്കുലർ മെഷറിനെയാണ് ഡിസ്ക്രിമിനന്റ് വാലിഡിറ്റി. ഹൗ വൺ കൺസ്ട്രക്ട് ഇസ് ഡിസ്റ്റിങ് ഫ്രം അതർ കൺസ്ട്രക്ട് ഇൻ എ ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ മെഷറാണ് ഡിസ്ക്രിമിനന്റ് വാലിഡിറ്റി. ഡെഫിനറ്റ്ലി ഡിസ്ക്രിമിനന്റ് വാലിഡിറ്റി കൂടുതലായിരിക്കുമ്പോഴായിരിക്കും ആ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യനെയർ അതിൻ്റെതായ ഓരോ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടെന്നും പലതരത്തിലുള്ള റെസ്പോൺസിലേക്കും പലതരത്തിലുള്ള മച്ച് മോർ ഡീപ്പർ അനാലിസിസിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുക. So if the square root of average variance extracted of a particular construct greater than its correlations of other constructs ആണെങ്കിൽ നമുക്ക് അതിന് കൂടുതൽ ഡിസ്ക്രിമിനന്റ് വാലിഡിറ്റി ഉണ്ടെന്ന് പറയാം. സോ ഇതൊരു സൈക്കോമെട്രിക് ഇവാലുവേഷൻ ആയിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ടൂളാണ്, സ്ക്വയർ ഓഫ് ആവറേജ് വേരിയൻസ് എക്സ്ട്രാക്റ്റഡ്. The next question is, arrange the sequence of central nervous system. Okay, so central nervous system എന്ന് പറയുന്നത് ഒരു ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ആണ്. പെർട്ടിക്കുലർലി ബ്രെയിനിലുള്ള പല ഏരിയാസും പല ഫങ്ഷൻ ഏരിയാസ്, പെർട്ടിക്കുലർലി ആ ഏരിയാസിനെ എന്താണ് നമ്മൾ വിളിക്കുക, മെനഞ്ചസ് എന്നാണ് പറയുക അല്ലേ. സോ പല മെനഞ്ചസിന്റെ പേരാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഡിയോറ മാറ്റർ, സബ് ആർക്കനോയിഡ് സ്പേസ്, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ആൻഡ് അരക്കനോയിഡ് മാറ്റർ. സോ ഇതിനെയൊന്നും നമ്മൾ സീക്വൻസിൽ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. അതെങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യാണ്ടായിരിക്കും കറക്റ്റ് ആൻസർ? The correct answer is A, D, B, C, which is dura mater, then arachnoid membrane, then subarachnoid space, and finally cerebrospinal fluid.
സോ മെനഞ്ചസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ വിത്തിൻ ആ ബ്രെയിൻ ആണ് അല്ലേ. 3 ഡിഫറെന്റ് പ്രൊട്ടക്റ്റീവ് ലെയേഴ്സ് ഓഫ് ആ ബ്രെയിൻ ഉണ്ട്. ബ്രെയിൻ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എലമെന്റ് ഇസ് ആക്ച്വലി protected by 3 different layers around it called meninges. We have dura matter, then we have അങ്ങനെ അങ്ങനെ അകത്തോട്ട് വരും. but the pia matter is the innermost matter. okay, so ഈ ഒരു ഓപ്ഷനിൽ പയ മാറ്റർ കൊടുത്തിട്ടില്ല. ഡ്യൂറാ മാറ്റർ അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും ഔട്ടർമോസ്റ്റ് പ്രൊട്ടക്റ്റീവ് ലെയർ ആയിട്ട് കണക്കൂട്ടാം. then comes the arachnoid membrane. ഇതാണ് മിഡിൽ ആയിട്ടുള്ള വെബ് ലൈക്ക് മെംബ്രെയിനെയാണ് arachnoid membrane എന്ന് പറയുന്നത്. arachnoid membraneന്റെയും പയ മാറ്റർ ഇന്നർ മെംബ്രെയിൻ്റെയും ഇടയ്ക്കുള്ള സ്പേസിനെയാണ് നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ സ്പേസ് ബിറ്റ്വീൻ ദി arachnoid matter and the pia matter is called subarachnoid space. And within this subarachnoid space, we can see something called the cerebrospinal fluid. This is very, very important area. This particular fluid helps in the buoyancy of our brain and a lot more other blood-brain barrier related functions. And that's a very important particular shock, നമ്മുടെ mechanical shock, നമ്മുടെ brain പെട്ടെന്ന് നമ്മൾ തലയെ മുരിച്ചു ഒരു വിപ്ലാഷ് ഉണ്ടായി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ ബ്രെയിനിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ഫ്ലൂയിഡ് ആണ് cerebrospinal fluid. A lot of different questions can come from this particular area called cerebrospinal fluid. ഏത് particular area of the brain ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇതിന്റെ ഫങ്ഷൻസ് എന്താണ്, and lot of other questions. CSF കൂടുതലാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് ജനറ്റിക് കണ്ടീഷൻ ഉണ്ട്, കുറവാണെന്നുണ്ടെങ്കിൽ വേറെ another kind of genetic condition ഉണ്ട്. So please try to look into these different concepts related to CSF as well. Anyway, ഈ ഒരു particular questionന്റെ the correct sequence would be dura matter, arachnoid membrane, subarachnoid space, and finally CSF. Okay, I hope it's clear. Next question is, what are the some applications of personality assessment? Option A include employment selection, clinical diagnosis, neurological diagnosis, developmental disability. ഏതായിരിക്കും correct answer? The correct answer is A and B only, which is employment selection and clinical diagnosis. Personality assessment, എന്തൊക്കെ തരത്തിലുള്ള personality assessments ഉണ്ടല്ലേ? We have something called objective personality assessments, we have something called projective personality assessments. So MBTI, MMPI, MBTI ഇതൊക്കെ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി അസസ്മെന്റ്സ് ആണ്. ഈവൻ 16PF ഇതൊക്കെ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി അസസ്മെന്റ്സ് ആണ്. അതേസമയത്ത് റോഷാക്ക്, TAT, പിന്നെ അതുപോലത്തെ CAT, പലതരത്തിലുള്ള ഇതുപോലത്തെ ഇത്തരത്തിലുള്ള ടെസ്റ്റുകളൊക്കെ പ്രൊജക്റ്റീവ് പേഴ്സണാലിറ്റി ടെസ്റ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ പേഴ്സണാലിറ്റി ടെസ്റ്റ് ഇസ് ഓഫൻ യൂസ് ടു അണ്ടർസ്റ്റാൻഡ് ഒരാളുടെ എൻഡ്യൂറിംഗ് പാറ്റേൺസ് ഓഫ് ബിഹേവിയർ, ഇമോഷൻ ആൻഡ് തിങ്കിങ്. ഇത്തരത്തിലുള്ള പേഴ്സണാലിറ്റി അസസ്മെന്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പെർട്ടിക്കുലർ ജോബിലേക്ക് ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ, ഒരു പേഴ്സണലിനെ ഹയർ ചെയ്യുമ്പോൾ, ഒരു കരിയർ ഗൈഡൻസ് കൊടുക്കുമ്പോൾ, ഒരു ഓർഗനൈസേഷൻ സെറ്റിംഗിലേക്ക് ഒരു എംപ്ലോയി ഫിറ്റ് ആണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഡെഫിനറ്റ്ലി വി കൻ യൂസ് ദീസ് പേഴ്സണാലിറ്റി അസസ്മെന്റ്സ്. കാരണം ഇറ്റ് ഹെൽപ്സ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ഹൗ വെൽ ദാറ്റ് പെർട്ടിക്കുലർ പേഴ്സൺ മൈറ്റ് ബി ഇൻവോൾവ് ഇൻ ലീഡർഷിപ്പ്, how well they can navigate emotional chaos, how well they are able to regulate themselves, teamwork, work style, അങ്ങനെ പലതരത്തിലുള്ള areas actually can be revealed through personality assessment. So before ഒരു എംപ്ലോയിനെ സെലക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് definitely we can give them അവരുടെ ഒരു പ്രൊസീജിയർ ആയിരിക്കും. മിക്ക കമ്പനികളിലുള്ള ഒരു പെർട്ടിക്കുലർ പ്രൊസീജിയർ ആണ് പേഴ്സണാലിറ്റി അസസ്മെന്റ് അണ്ടർഗോ ചെയ്യുക എന്നുള്ളത്. Then comes clinical diagnosis. Definitely to understand whether the person has any sort of personality disorders, maladaptive patterns, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു പേഴ്സണാലിറ്റി ട്രേറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും നമുക്ക് പേഴ്സണാലിറ്റി അസസ്മെന്റ്സ് യൂസ് ചെയ്യാം. സോ in case of formulating the case, not just that, formulation മാത്രമല്ല ഡയഗ്നോസിസിലേക്ക് എത്താൻ, ഒരു ട്രീറ്റ്മെന്റ് പ്ലാൻ, കറക്റ്റ് ആയിട്ടുള്ള ഇന്റർവെൻഷൻസ് കൊടുക്കാൻ we definitely need to use personality assessments. But at the same time, neurological diagnosis is all about how we understand the brain structure and function. അതിന് പേഴ്സണാലിറ്റി അസസ്മെന്റ്സ് ആർ നോട്ട് സഫിഷ്യൻറ്റ്. കാരണം ബ്രെയിൻ സ്ട്രക്ചർ മനസ്സിലാക്കേണ്ടത് കൊണ്ട് തന്നെ നമ്മൾ ഇമേജിംഗ് ടെക്നിക്സ് ആണ് ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെതായ ന്യൂറോ എക്സാംസ് ആണ് യൂസ് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ റിഫ്ലെക്സസ് പോലത്തെ പല കാര്യങ്ങളും ചെക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ന്യൂറോളജിക്കൽ ഡയഗ്നോസിസിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഡെവലപ്മെന്റൽ ഡിസബിലിറ്റീസ് അഗൈൻ ഇറ്റ് കനോട്ട് ബി അസസ്ഡ് ത്രൂ പേഴ്സണാലിറ്റി അസസ്മെന്റ്സ്. കാരണം developmental disabilities mainly relies on some adaptive mind-led and adaptive behavior skills, about skills അല്ലെങ്കിൽ ഡെവലപ്മെന്റ് അസസ്മെന്റ്സ് ഉണ്ട്, ഡെവലപ്മെന്റൽ സ്ക്രീനിങ് ടെസ്റ്റുകൾ ഉണ്ട്, ഇന്റലിജൻസ് ടെസ്റ്റുകൾ ഉണ്ട്. അത്തരത്തിലുള്ള ടെസ്റ്റുകൾ മാത്രമേ അതിന്റെ, കാരണം ദീസ് ആർ നോട്ട് വെരി ഓവർലാപ്ഡ് ആയിട്ടുള്ള കൺസ്ട്രക്ട്സ് അല്ല, കാരണം ദീസ് ആർ ഇൻഡിപെൻഡന്റ് കൺസ്ട്രക്ട്. അഗൈൻ ഇതാണ് കൺസ്ട്രക്ട് എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്കാണ് വരുന്നത്. പേഴ്സണാലിറ്റി, ന്യൂറോളജിക്കൽ ഡെഫിസിറ്റ്,
ഡെവലപ്മെന്റ് ഡിസബിലിറ്റി ഇതൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കൺസ്ട്രക്ട്സ് ആണ്. ഒരു പെർട്ടിക്കുലർ ടെസ്റ്റ് തന്നെ ഇതൊന്നും മെഷർ ചെയ്യാൻ പറ്റണമെന്നില്ല. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ ദി കറക്റ്റ് ആൻസർ ഇസ് എംപ്ലോയ്മെന്റ് സെലക്ഷൻ ആൻഡ് ക്ലിനിക്കൽ ഡയഗ്നോസിസ്. The next question is arrange the following core principles of peace psychology in sequential manner. The options include conflict resolution and reconciliation, promotion of human rights, understanding the psychological roots of violence, and building culture of peace. Okay, so ഇതിനകത്ത് ഏതായിരിക്കും കറക്റ്റ്? പീസ് സൈക്കോളജി, സൈബർ സൈക്കോളജി, ഹെൽത്ത് സൈക്കോളജി ഇതൊക്കെ നെക്സ്റ്റ് എക്സാമിൽ ഏറ്റവും കുറവ് വെയിറ്റേജ് വരുന്ന ഏരിയാസ്, കുറവ് വെയിറ്റേജ് ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയാസ് ആണ്. ബട്ട് സ്റ്റിൽ എപ്പോഴും നമുക്ക് കാണാം ഇത്തരത്തിലുള്ള ഏരിയയിൽ നിന്ന് ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് ഉണ്ടാവും. ഇത് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ഏരിയ അല്ല. ഓക്കെ, സോ ഇതിലത്തെ ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ദി കറക്റ്റ് ആൻസർ is CADD, which is understanding the psychological roots of violence, then conflict resolution and resilience, reconciliation, then building culture of peace, and finally promotion of human rights. So peace psychology is more about a very progressive ആയിട്ടുള്ള നേച്ചറുള്ള approach ആണ്. കോസ് മനസ്സിലാക്കി അതിൻ്റെ ഇൻ്റർവെൻഷൻ കൊടുത്ത് സസ്റ്റെയിൻ ചെയ്ത് അങ്ങനെ പോകുന്ന ഒരു കോസ്റ്റ് സസ്റ്റൈനബിലിറ്റി അപ്രോച്ച് ആയിട്ടുള്ള പെർട്ടിക്കുലർ ബ്രാഞ്ച് ഓഫ് സൈക്കോളജിയാണ്. സോ ഇറ്റ് ഡെഫിനറ്റ്ലി ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ഇറ്റ് വുഡ് ബി അണ്ടർസ്റ്റാൻഡിങ് ദ റൂട്ട്സ് ഓഫ് വയലൻസ്. എന്താണ് ഒരു പെർട്ടിക്കുലർ ഇഷ്യൂ ഉണ്ടാവാനുള്ള കാരണം? എന്തെങ്കിലും കോഗ്നിറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂ ആണോ, ഇമോഷണൽ ആണോ, സോഷ്യൽ ആണോ, സ്ട്രക്ചറൽ ആണോ, prejudice, fear, dehumanization, trauma, അത്തരത്തിലുള്ള ഏത് പെർട്ടിക്കുലർ കോസ് ആണോ വയലൻസിലേക്ക് ലീഡ് ചെയ്തത് എന്നുള്ള ആദ്യം കണ്ടുപിടിക്കുക ത്രൂ ഡിഫറെൻറ്റ് ടെക്നിക്സ് എന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റെപ്പ് ഇസ് അബൌട്ട് conflict resolution and reconciliation. So once the causes are understood, once we have mapped out the right causes, now we can give in certain interventions. Okay, so interventions ആ ഒരു particular conflict manage ചെയ്യുകയും relationships between that parties heal ചെയ്യുകയും reconciliation ചെയ്ത് പല interpersonal group societal levels ചെയ്ത് ഒരു some kind of a balance restore ചെയ്യുന്ന ഒരു particular step ആണ് conflict resolution and reconciliation. Then comes building a culture of peace. So beyond resolving conflicts, once നമ്മൾ ഈ ഒരു particular cause മനസ്സിലാക്കി conflict resolution strategies എടുക്കുന്നതിനെക്കാട്ടി അപ്പുറം it's all about institutionalizing peace. Okay, so education-ലൂടെയും norms, dialogue, non-violent values അത് പ്രൊപ്പഗേറ്റ് ചെയ്ത് ഒരു കൾച്ചർ ഓഫ് പീസ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഫൈനലി ദ പ്രൊമോഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. സോ ഒരു എത്തിക്കൽ ഫൗണ്ടേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരു സ്ട്രക്ചറൽ ആയിട്ടുള്ള ഫൗണ്ടേഷൻ ഉണ്ട്, ആൻഡ് എവ്രി വൺ ഇസ് അവെയർ ഓഫ് വാട്ട് ദെയർ റൈറ്റ്സ് ആർ, വാട്ട് റൈറ്റ്സ് അതേഴ്സ് ഹാവ് എന്നുള്ളൊരു പെർട്ടിക്കുലർ ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ലോങ് ടേം പീസ് ആൻഡ് പ്രിവെൻഷൻ ഒക്കെ നമുക്ക് പ്രിവെൻഷൻ ഓഫ് വയലൻസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. സോ ദിസ് ഇസ് ഹൗ ദിസ് പെർട്ടിക്കുലർ ചോദ്യത്തിൻ്റെ ആൻസർ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. The next question and the final question for the day is, what is not a health productive behavior? Okay, so this is a simple question. Again, this belongs to another very small weightage or a particular area called health psychology question. The options include avoid getting chilled, get enough sleep, eat as you like, destroy old or unused medicine. So the correct answer. Definitely the correct answer would be eat as you like. So health protective behaviors എന്ന് പറയുന്നത് ഡെലിബറേറ്റ് ആയിട്ടുള്ള ആക്ഷൻസ് ആണ്. ഇല്ലത്തും പ്രിവെൻറ്റ് ചെയ്യാനും നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽത്ത് റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളായിട്ട് ഡെലിബറേറ്റ്ലി അല്ലെങ്കിൽ ഇൻറ്റൻഷനലി ചെയ്യുന്ന ബിഹേവിയേഴ്സിനാണ് ഹെൽത്ത് പ്രൊട്ടക്റ്റീവ് ബിഹേവിയേഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവോയ്ഡ് ഗെറ്റിംഗ് ചിൽഡ് ഇസ് അഗൈൻ ഇറ്റ്സ് ഡെഫിനറ്റ്ലി എ ഹെൽത്ത് പ്രൊട്ടക്റ്റീവ് ബിഹേവിയർ വെൻ വി അണ്ടർസ്റ്റാൻഡ് ദി എൻവയറമെൻറ്റ് അറൗണ്ട് us, we do maintain ourselves not getting contracted with any sort of illness, and other avoidance behavior on which again is a health protective behavior. Getting enough sleep and again the health protective behavior. Sleep is involved in a lot of different physiological adaptations, psychological adaptation. പല തരത്തിലുള്ള sleep effects, sleep enough ആയിട്ട് sleep കിട്ടുന്നതുകൊണ്ട് തന്നെ അതിൻ്റെതായ benefits ഇന്ന് not most വേരിയിൽ ഉള്ളതാണ്. Eat as you like is definitely not a health protective behavior because, as you know,
ഡയറ്റ് ഫോളോ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർലി ഒരു എന്താ ഒരു പെർട്ടിക്കുലർ പാറ്റേൺ ഫോളോ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അൺഹെൽത്തി ഈറ്റിംഗ് വേസ് ആണെന്നുണ്ടെങ്കിൽ obviously our health could be affected both physically as well as mentally and destroying old and unused medicine. So again, that is a health protective behavior. So that's the correct answer. Eat as you like that. Okay. So I hope the questions and answers are clear. Please do a very great work and not just stick to the answers, explore further. Okay. So അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.